ഗൈസ് ആപ്പിൾ ചെത്തി തിന്നുകയാണ്. ഇപ്പോൾ സമയം രാത്രി 10 മണി ആവണു. അനിയൻ ഹോൺബാക്ക് നമ്മുടെ ഹൈബ്രിഡ് സൈക്കിൾ ഉണ്ട് കേട്ടോ, ഹൈബ്രിഡ് സൈക്കിള് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഈ ഒരു സൈക്കിളിലാണ് നമ്മൾ പോണത് കേട്ടോ. ഇതുമേ ഹാൻഡിലിൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പ്രിപ്പറേഷനാണ്, രാത്രിയിലത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നാളെ പോവാണ്. ജോലിക്ക് സന്തോഷമായില്ലേ മോൻ പോവാന്ന് പറഞ്ഞപ്പോ? അമ്മയ്ക്ക് ആക്ച്വലി ഞാൻ റൈഡ് പോണതൊന്നും ഇഷ്ടമല്ല കേട്ടാ, വീട്ടിൽ നിന്ന് പുറത്ത് പോണത് ആൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇപ്പൊ സാധാരണ പിള്ളേരെ പോലെ UK-ലേക്കും ഇവിടേക്കൊക്കെ പോയാലോ? അതാകുമ്പോ ഒരു സമാധാനം ഉണ്ട്. UK-ലാണ് ഇതെന്ന് പറഞ്ഞാല് ട്രാവലിംഗ് ആണ്, യാത്രയാണ്, റിസ്ക് ആണ്. അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ് കേട്ടോ ഞാനിങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അമ്മയ്ക്ക് ടെൻഷനാണ്, പ്രഷറാണ് കേട്ടോ. സോ പ്രിപ്പറേഷൻസ് ആണ്, എന്തൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യണേ എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ സൈക്കിൾ നമ്മൾ ഹോൺബാക്കിൻ്റെ സൈക്കിളാണ് കൊണ്ടുപോകുന്നത്. കാരണം നമ്മുടെ മാരിൻ്റെ MTB നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 12,000 രൂപയ്ക്കൊക്കെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ട്രിപ്പ് പോയി വന്നതിന് ശേഷം നമ്മൾ കാട്ടിത്തരാം കേട്ടോ. നമ്മൾ പോണത് തമിഴ്നാട്ടിലേക്കാണ്, പൊള്ളാച്ചിയിലേക്കാണ് നമ്മൾ പോണത്. കൊല്ലങ്കോടാണ് നമ്മുടെ മെയിൻ ടൂറിസ്റ്റ് ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം പോണത് കേട്ടോ. എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളുടെ ഒപ്പം 15 പേരായിട്ട് അങ്ങനൊരു ഗ്രൂപ്പാണ്. കാശ് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോണത്. 2 ദിവസത്തേക്ക് 1800 രൂപയാണ് അവർ ചാർജ് ചെയ്യണത് കേട്ടോ. ചെറിയൊരു ക്ലബ്ബ് എന്തോ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞാനത് എപ്പിസോഡ് 2 നാളെ വരും കേട്ടോ. അത് ചൊവ്വാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ്, നാളെ ചൊവ്വാഴ്ച 6 മണിക്ക് വരും. അപ്പോൾ 2ാമത്തെ എപ്പിസോഡിൽ പറയാം എങ്ങനെയുണ്ടെന്ന്. നല്ലതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പോരെ? ഓക്കെ, നിങ്ങൾക്ക് നോക്കാം. 1800 രൂപ നാളെ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുക്കും കേട്ടോ, ചിലവും കാര്യങ്ങളൊക്കെ, താമസവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ വരുന്നത്. 180-200 കിലോമീറ്ററാണ് ടോട്ടൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൈക്കിളിൽ പിന്നെ നമുക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ, ലൈക്ക് ബാക്കപ്പ് വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാങ്കരു ബാഗ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗുകളാണ് ട്രക്ക് ആൻഡ് റൈഡിൻ്റെ. ഇത് നമ്മൾ കൊണ്ടുപോകുന്നില്ല, അതിന് പകരം നോർമൽ ഒരു ബാഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലത്തെ ഒരു കുട്ടി ബാഗാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ എക്സ്ട്രാ ഒരു പമ്പ് വയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു സ്പെയർ ട്യൂബ് വയ്ക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വട്ടം പഞ്ചർ കിട്ടിയ ട്യൂബാണ്, ഞാൻ ചെക്ക് ചെയ്തു, പഞ്ചറും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നട്ട് ബോൾട്ടാണ് കേട്ടോ. നട്ട് ബോൾട്ട് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും അഴിക്കാനുള്ള സ്പാനറും നമ്മൾ കയ്യിലെടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ കയ്യിലൊരു സ്പാനർ വയ്ക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ബാക്കപ്പ് വെഹിക്കിൾ നമുക്കുണ്ട്, അത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി. പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഇതെനിക്ക് കാട്ടണം എന്നുണ്ടായിരുന്നു പ്രിപ്പറേഷൻ്റെ ഇതിൽ. വാൻ റൈസലിൻ്റെ ഇത് ഷോർട്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. റിഫ്ലക്ടർ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ്. രാത്രി കമ്പനി അടിക്കാൻ കൂട്ടുകാരന്മാർ വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വാൻ റൈസലിൻ്റെ ഷോർട്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 2 ആഴ്ചത്തോളമായി കയ്യിൽ കിട്ടിയിട്ട് ഒരു വട്ടം ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഇത് ഇട്ടിട്ടായിരുന്നു കേട്ടോ. സൈഡിൽ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് ഒരു 10 ഔട്ട് ഓഫ് 10 8 ഒക്കെ കൊടുക്കാം കേട്ടോ. ഈ സാധനം വാൻ റൈസലിൻ്റെ ഇത് 2000 രൂപയാണ്. ഇത് ഫോമല്ല, ഒരു ഇതാണ്, കംഫർട്ടാണ് കേട്ടോ. ബാക്കിയെല്ലാം ഇതിനും വെച്ചിട്ട്. അതുപോലെ തന്നെ അവരുടെ ജേഴ്സി ഇടേണ്ടി വരും നമ്മൾ, അതുകൊണ്ട് തന്നെ ജേഴ്സി ഇടുന്നില്ല. പിന്നെ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡ്രസ്സ് എടുക്കുന്നുണ്ട്. പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഞാൻ 2ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞു തരാം. 2ാമത്തെ എപ്പിസോഡ് നാളെ 6 മണിക്ക് തന്നെ വരും കേട്ടോ. സോ നോർമലി ബുധനാഴ്ചയാണ് വീഡിയോസ് ഇടാറ്, പക്ഷേ ഈ ആഴ്ച മിക്കതും ഫുൾ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നാളെ 6 മണിയിലത്തെ വീഡിയോസ് ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ പൂളിൽ ഇറങ്ങണ കാരണം ചെറിയൊരു ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർ പ്രൂഫ് കേസ്, പിന്നെ നമ്മുടെ ബാറ്ററി കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മളിത് കൊണ്ടുപോകണത്. കാരണം നമുക്ക് ബാക്കപ്പ് വെഹിക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കൊണ്ടുപോകണുള്ളൂ. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ സൈക്കിൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. സീറ്റ് കുറച്ചൊന്ന് താത്തി ഒന്ന് പൊക്കി വെക്കണം. അതുപോലെ തന്നെ ഇവിടെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ, നല്ല രീതിയിൽ തുടയ്ക്കണം. പിന്നെ ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത് സാധനം കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം 10 മണിയാണ് സമയം വരണത്. നമ്മൾ പോണത് നാളെ കാലത്ത് 5:30 കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിയതാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇതിൻ്റെ വാട്ടർ ബോട്ടിൽ കേജ് ഇല്ല കേട്ടോ, കേജ് വെക്കണം. കേജ് നമ്മുടെ MTBന്ന് എടുത്തിട്ട് ഇവിടെ എടുത്ത് വെക്കണം കേട്ടോ. കേജ് നമുക്കിപ്പോൾ ഇല്ല, ഇതിലില്ല. അപ്പോൾ ഇതൊക്കെയാണ് സൈക്കിളിൽ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. സോ നാളെ കാലത്ത് തന്നെ 5 മണിക്കാണ് എണീറ്റ് പോകണം കേട്ടോ. സോ
ഇതൊക്കെയാണ് പ്രിപ്പറേഷൻസ്, കാര്യങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സമയം 5:30, 5 മണിക്കാണ് റിപ്പോർട്ടിങ് ടൈം. നമുക്കറിയാലോ 6 മണിക്ക് എത്തണമെന്നാണ്. പിന്നെ എനിക്ക് പരിചയമില്ലാത്തവരായതുകൊണ്ട് അരമണിക്കൂർ നേർച്ചില്ലാന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, നോർമലി ഏത് റൈഡും 6 മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല 5 മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മണിയാണ് തുടങ്ങുന്ന ചരിത്രമില്ല. പിന്നെ എപ്പോഴേലും നമുക്ക് തെറ്റ് പറ്റുമ്പോഴാണ് പണിയാവാട്ടാ. അപ്പം ഞാൻ ഇവിടെ 1/2 മണിക്കൂർ മുന്നേ നേർച്ചയില്ലാന്ന് കരുതി വിളിച്ചു ചോദിച്ചപ്പോൾ ആരും കുറച്ച് കഴിഞ്ഞ് എത്താമെന്നാണ് പറഞ്ഞത്. കൂരിയ ഇരുട്ടിലൂടെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ചെറിയ ലൈറ്റാട്ടാ, ലൈറ്റ് കിട്ടണില്ല. അപ്പോൾ ഞാൻ ബാക്ക് ലൈറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. നമ്മൾ കുറുക്കഞ്ചേരിയാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഹോട്ടലിൽ ഞാൻ തോന്നുന്നുണ്ട്. ചായക്കടകൾ മാത്രമേ ഉള്ളൂ, അവിടെയും ആരുമില്ല, ഇവിടെയും ആരുമില്ല. എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ കുറുക്കഞ്ചേരി പൂയം വളരെ ഫേമസ് ആണ്. നമ്മുടെ വ്ളോഗ് ചാനലിൽ ഇവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ശ്രീ മഹേശ്വര ക്ഷേത്രം, അങ്ങനെയല്ലേ, എനിക്ക് വായിക്കാൻ പറ്റുന്നത് കിട്ടിയില്ല കേട്ടോ. ഈ സമയത്ത് കണ്ണ് കാണാത്തോടത്ത് ഒറ്റക്കൈയിൽ സൈക്കിൾ ഓടിക്കണത് ഇതല്ല, റിസ്ക് ആണ്. കുഴികളല്ല, സ്പീഡ് ബ്രേക്കേഴ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് ഹോട്ടലൊന്ന് കണ്ടുപിടിക്കട്ടെ കേട്ടോ. ഗൈസ്, നമ്മൾ ഇവിടെ പാർക്ക് റീജൻസിയിലേക്കാണ് കേട്ടോ. പാർക്ക് റീജൻസി ആയിരുന്നു ഹോട്ടൽ. 15 പേരാണ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. 15 പേരോളം ഓൾമോസ്റ്റ് ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഹായ് ജോയൽ, ആരാ വിളിച്ചിട്ടുണ്ടായിരുന്നു? പരിചയക്കാരുണ്ട്. സോ എല്ലാം സെറ്റായിട്ടുണ്ട്. സമയം കൃത്യം 6 മണി. നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓരോരുത്തരെ വരുന്ന എപ്പിസോഡിൽ പരിചയപ്പെടുത്താം. ഇവിടെ നമ്മൾ ആക്ച്വലി ബിബും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബിബും കാര്യങ്ങളൊക്കെ ഇട്ടു. വേറെ ഒറ്റ ലഗേജില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ലഗേജില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് റൈഡ് ചെയ്യണത്. നോക്കിയേ, ഒന്നുമില്ല. അവരുടെ ജേഴ്സി ഇടണമെന്ന് പറഞ്ഞു. ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ ബ്രീഫിംഗ് ഉണ്ടാവും, ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. വേറെ ഒറ്റ ലഗേജ് ഇല്ല. സോ രാത്രി വ്ളോഗ് ഗൈസ്. രാത്രി സമയം ഏകദേശം എത്ര മണിക്കാണ് വരണത്? 6 മണിയായി കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ചെറിയ ബ്രീഫിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മുടെ ബ്രീഫിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് നമ്മൾ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. നേരെ കൊല്ലങ്കോട് ആ സൈഡിലേക്കാണ് നമ്മൾ പോണത്. സോ റൈഡ് ഈസ് ഓൺ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ മോനെ, എത്ര നാളായി നമ്മൾ മറ്റേ ഗ്രൂപ്പ് റൈഡ് ലോങ് അടിച്ചിട്ട്. എനിക്ക് തോന്നുന്നത് 15 കിലോമീറ്റർ ഒരു റൈഡ് നമ്മൾ 15 മണിക്കൂർ ഒരു 100 കിലോമീറ്റർ അടിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ആ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടോ. ലാസ്റ്റ് കഴിഞ്ഞ ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 200 കിലോമീറ്റർ വരും കേട്ടോ. എനിക്ക് തോന്നുന്നത് 200 കിലോമീറ്ററിന് മേലെ പോവും. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 15-20 ആൾക്കാർ താഴെ ഉണ്ട് കേട്ടോ. ടോട്ടൽ എത്ര പേരുണ്ട് നമ്മൾ? 18 അല്ലേ? 18 പേരോളം നമ്മൾ ഉണ്ട് കേട്ടോ. 18 പേരുടെ സൈക്കിളും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയൊരു ബ്രീഫിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഓരോരുത്തരും. സോ ഇപ്പോൾ നമ്മൾ നേരെ പോണത്, മാൻ ഐ ലവ് ദിസ്. എല്ലാ മോനെ, എൻ്റെ സമപ്രായക്കാർ ഒരാളും ഇല്ല കേട്ടോ. എല്ലാവരും ജിമ്മിലായിരിക്കും. എല്ലാവരും എൻ്റെ പ്രായത്തിനേക്കാട്ടും മൂത്തതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റൈഡിന് ഓൾമോസ്റ്റ് എല്ലാ റൈഡിനും എന്നെക്കാട്ടും പ്രായം കൂടിയിട്ടുള്ള ആൾക്കാർ. എൻ്റെ സമപ്രായക്കാരിൽ ഒരു 20-25 ഇടയിൽ വരുന്നവർ കേട്ടോ. പിന്നെ ഡെക്കാത്തലോണ്ടൊക്കെ വരുമ്പോഴാണ് പിന്നെയും നമ്മുടെ സമപ്രായക്കാരെ കാണാം. സോ എന്നെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ബാക്കിലാണ് കേട്ടോ. കാരണം റൂട്ട് അറിയുന്ന ആൾ ഫ്രണ്ടിലും, പിന്നെ ലൈക്ക് ലോക്കൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരോ വിശേഷമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ബാക്കിൽ പയ്യെ പോയിക്കൊണ്ടിരിക്കുക. സോ നമ്മൾ
ഹൈവേയിൽ കയറി കേട്ടോ, മണ്ണുത്തി ഹൈവേയിൽ കയറി. സോ ഇവിടെ ചെറിയൊരു എയറടി പരിപാടിയാണ് തായോ. കയറുണ്ടോ? കുറവുണ്ട് ബ്രോ. എത്ര ഹൈറ്റ് വരണേ? 6'4" ഉണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ ഇതിനനുസരിച്ചിട്ടുള്ള എയർ അതിലില്ല, വെയ്റ്റിനും ഹൈറ്റിനനുസരിച്ചിട്ട്. സോ ഇതിപ്പോൾ 40 ആയിട്ടുള്ളൂ. ഇതിൻ്റെ PSI ഇവിടെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഇതിവിടെ അതിൻ്റെ PSI ഉണ്ട് കേട്ടോ. 50 ടു ഇവിടെ 50 to 75 ആ PSIയുടെ ഗേജ്. ശരിയാണെങ്കിൽ 60 വരെ അടിച്ചു. 60 ആയില്ലേ, കുറച്ചുകൂടി അടിച്ചോ. 60 വരെ കയറിക്കോട്ടെ. നമ്മൾ പോണത് ഭയങ്കര സ്ലോയിലാണ് കേട്ടോ. ഭയങ്കര സ്ലോയില്ല. 80 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ താമസിക്കുന്നിടത്തേക്ക്. മെയിൻ ലൊക്കേഷൻ കൊല്ലങ്കോടാണ് വരണത്. കൊല്ലങ്കോട്ടിൽ നിന്ന് നേരെ നമ്മൾ പൊള്ളാച്ചിയാണ് സ്റ്റേ വരണത് കേട്ടോ. സോ ഇവിടെ ഒരു ഹമ്പുണ്ട്. ഓക്കെ, പൊള്ളാച്ചിയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. പൊള്ളാച്ചി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സമയം ഏകദേശം 5 മണിയാണ് കേട്ടോ. 80 കിലോമീറ്റർ കവർ ചെയ്യാൻ. കാലത്ത് 6:30 തൊട്ട് രാത്രി ഉച്ച തിരിഞ്ഞ് ഈവനിങ് ഒരു 5:30 സമയം. അപ്പോൾ ആലോചിച്ച് നോക്കിയോ എത്ര സ്ലോയിലാന്ന്. ഓക്കെ, എങ്ങനെയുണ്ട് റൈഡ് ചെയ്യാൻ? സൂപ്പറായിട്ടോ, കുഴപ്പമില്ലല്ലോ. എയർ കുറവുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? മെറിഡയുടെ ഏതായിരുന്നു വണ്ടി? മെറിഡയുടെ ഏതാ വണ്ടി? ക്രോസ് വേ അല്ലേ? അടിപൊളി. അപ്പോൾ ആള് ഇപ്പോൾ സ്മൂത്തായിട്ട് റൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ബാഗ് ഭയങ്കര ഡിസ്റ്റർബിങ് ആണെന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ബാക്ക് വണ്ടിയിലിടായിരുന്നു. അത്യാവശ്യ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലേ നമുക്ക് ഫ്രീ ആയിട്ട് റൈഡ് ചെയ്യാം. റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാരാന്നൊക്കെ നമ്മുടെ സ്വന്തം ടീസ് ഗായ്സ്. നിങ്ങൾ എന്നെ കൂട്ടാണ്ട് പോകൂലേ? നോർമലി ഞാൻ ഇവരുടെ ഒപ്പമുണ്ടല്ല ഞായറാഴ്ച പോവാറ്. എന്നെ തേച്ചു നിങ്ങളാണ് എന്നെ തേച്ചത്. എന്നോട് പറഞ്ഞില്ല എവിടേക്ക് റൈഡെന്ന്. ഇന്നെങ്ങളോ പോക്കറ്റ് ഇത് ഫുള്ള് പരസ്യമുള്ള കാരണേ എക്സ്ട്രാ ആക്കി. പക്ഷെ ഞാനിത് ഇടില്ല. അല്ല പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ. നല്ല രസമുണ്ട്, കളർ നല്ലതുണ്ട്. നല്ല രസം ഉണ്ടാവും. എന്തൊക്കെയുണ്ട് അന്ന് കണ്ടതാണല്ലോ? SRAയോ? അടിപൊളി സെറ്റ്. എല്ലാ ടീമും ഉണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട് ഇന്ന് ഈ കൂട്ടത്തിലാ? നിങ്ങൾ എന്നെ തേച്ചു. മതി തള്ളി. കഴിഞ്ഞ ആഴ്ച അവിടെ പോയേ? അതുകൊണ്ടാണ് ഞാൻ ഇതിന് പോകുന്നത്. ഞാൻ ഇവരുടെ അടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കൊല്ലങ്കോട്. എല്ലാരും തേച്ചന്റെ വിഷമം പറച്ചിലാണ്. അപ്പൊ ഇവിടെ ജസ്റ്റ് മീറ്റ് ചെയ്താണ് ഇടയിൽ വന്നപ്പോ. ഇന്നെങ്ങടെ റൈഡ്? കുതിരാൻ ചെറിയ റൈഡാന്ന് തോന്നുന്നു. കഴിഞ്ഞ വട്ടം കൊല്ലങ്കോട് പോയി. പകുതി തള്ളിയിട്ട പോക്ക്. എന്നിട്ട് സംഭവം എനിക്ക് വീഡിയോ ഉണ്ട്. എനിക്കിത് സമയമായിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് കാച്ചപ്പ് ചെയ്തോട്ടാ സെയിം റൂട്ട് വന്നപ്പോ. അതെന്തായാലും അവരെ കണ്ടത് എന്തായാലും സർപ്രൈസ് ആയിട്ടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവര് കാണാൻ പറ്റുന്നത് സീൻ. ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് എനർജി ആയിട്ടാ ഒരു ഒച്ചയും പാടും ഉണ്ടാക്കിയപ്പോ. അപ്പൊ ഇനി നമ്മൾ നേരെ എവിടേക്ക് ലൊക്കേഷൻ നമുക്കറിയില്ല. ഇത് നയിക്കുന്ന ആള്, കണ്ടക്ട് ചെയ്യുന്ന ആള് സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും ബാക്കിലാണ്. നേരത്തെ പറഞ്ഞോണം, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൈക്കിളിൽ മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് ഇറങ്ങട്ടാ. എൻ്റെ മോനെ വൈബ് ഒരു രക്ഷയില്ല. എന്ത് ഫീലാണെന്നറിയോ? ഓ അടിപൊളി. അപ്പോൾ ഇപ്പോൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് എടുക്കണം. പക്ഷെ ഭയങ്കര സ്ലോയിലാട്ടോ. സ്റ്റോപ്പ് എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ. പിന്നെ ഫുഡ് കഴിക്കണമല്ലോ. കുതിരാൻ ക്ലൈംബ് തുടങ്ങി. കുതിരാൻ കയറ്റം നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കുതിരാൻ ഇവിടേക്ക് എത്തണമെങ്കിൽ ചെറിയൊരു ക്ലൈംബ് ഉണ്ട്. സാധാരണ നമ്മൾ ഇതിൻ്റെ സൈഡിലത്തെ വഴി കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പഴയ കുതിരാൻ ഹൈവേ എത്തും തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് മേലക്കോടെയാണ് കയറി പോണത്. കുതിരാൻ ടണൽ. എനിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും പേടിയാണ്.
എനിക്കറിയില്ല നിങ്ങൾക്ക് ഉണ്ടോയെന്ന് അറിയില്ല, പ്രത്യേകിച്ച് സൈക്ലിങ്ങൊക്കെ പോകുമ്പോൾ. ഇത് ടണല് ഇതിൻ്റെ ബാക്കിൽ കൂടെയാണ് ഒരു അമ്പലമൊക്കെ ആയിട്ട് ഒരു റൂട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇത് വഴി തുടങ്ങിയത്. പിന്നെ നമുക്കൊരു ദിവസം സൺഡേ റൈഡ് അങ്ങനെ ചെയ്യാം കേട്ടോ. സൺഡേ റൈഡ് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഉള്ളിൽ പേടിയാ, ഭയങ്കര സൗണ്ടാണ് കേട്ടോ, ഭയങ്കര മുഴക്കാം. നമ്മുടെ ഫ്രണ്ടിലെ ആൾക്കാർ പോകുന്നുണ്ട്, എന്നാലും ഭയങ്കര ഒരു പേടിയാണ്. ഇതാ ബാക്കിലൊരു ലോറി വരുന്നുണ്ട് കേട്ടോ, നോക്ക്. ഭയങ്കര സൗണ്ട് അതിന്, ഈ ഉള്ളിലായതുകൊണ്ടേ. സോ ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ. 9 മണി. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ ഉള്ള ഒരു സൈഡിലുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ ബൈക്കും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഫുള്ള് അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഫുഡ് അടിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുള്ളൂ കേട്ടോ. 9 മണിക്ക് വടക്കാഞ്ചേരി, തൃശ്ശൂർ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്, കുറുക്കഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഫുൾ സെറ്റ് ചെയ്ത് ഇതുവരെ കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ സ്ലോ ആയിട്ട് സ്മൂത്തായിട്ട് പയ്യെ റൈഡാണ്. എങ്ങനെയുണ്ട്? പതുക്കെ ഓടിക്കണ കാരണം ഭയങ്കര. അതെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഫുഡ് എന്തിട്ടാ നോക്കട്ടെ, വിശക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഫുഡ് എല്ലാവർക്കും ഇഡ്ഡലി ആണ് കേട്ടോ. 4 ഇഡ്ഡലി, ടീ ഓർ കോഫി ആണ് ചോയ്സ് ഉള്ളത്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഞാനൊന്ന് കഴിച്ചു നോക്കിയാ. 4 ഇഡ്ഡലി കുറച്ച് കൂടുതലാണ്. ചമ്മന്തി നല്ല രസമുണ്ട് കേട്ടോ, അല്ലേ? ഈ ചോന്ന ചമ്മന്തി നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെയാണ് കേട്ടോ ഇഡ്ഡലിയും ഇതും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പയ്യെ കൊല്ലംകോട് ആ സൈഡിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് എടുത്തതാണ്, ബ്രേക്ക് എടുത്തതാണ്. ഇവിടെ മംഗലം പാലം, മംഗലം ഡാം എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ, മംഗലം ഡാം. അപ്പോൾ മംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പൊള്ളിച്ചോടാണ് കേട്ടോ. മംഗലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു, മംഗലം പാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തി. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ മംഗലം, അതെ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നെന്മാറ വഴിയാണ് കൊല്ലങ്കോട്ടേക്ക് പോകണം കേട്ടോ. കൊല്ലങ്കോട്ടത്തെ ഓൾമോസ്റ്റ് എല്ലാ ഗ്രാമപ്രദേശങ്ങളും കവർ ചെയ്യേണ്ടെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ തമിഴ്നാട് കയറുമെന്നാണ് തോന്നണത്, അറിയില്ല. അപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെയാണ് വരണത്. നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് വരുന്നത് പൊള്ളാച്ചിയിലുള്ളൊരു റിസോർട്ടിലാണ് കേട്ടോ. പൊള്ളാച്ചി അവിടെയുള്ളൊരു റിസോർട്ടിലാണ് നമ്മളിവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വടക്കാഞ്ചേരിയിൽ നിന്ന്, അല്ല നെന്മാറ വഴിയില്ല പോണേ, നെന്മാറ കൊല്ലങ്കോട് വടക്കാഞ്ചേരിയിൽ നിന്ന് തിരിഞ്ഞു കേട്ടോ നമ്മൾ. അപ്പോൾ റൂട്ട് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. സമയം ഇപ്പോൾ 9 മണിയായി. 9 മണിയല്ല, എത്ര മണിയായി? 9:30 കഴിഞ്ഞില്ലേ? 9:30 കഴിഞ്ഞു കേട്ടോ. വെയിലത്ത് ചവിട്ടുന്നതാണ് ഒരു ടാസ്ക്, അത് മാത്രമാണ് ഒരു ഡൗട്ടുള്ളത്. വെയിലത്ത് ചവിട്ടാറുണ്ടോ? ഹാവ് യു ബീൻ റൈഡിങ് ഓൺ ഇൻ ദി noon time? Okay, we usually don't ride at noon. ആള് ചെന്നൈയിൽ നിന്നാണ് അല്ലേ? ചെന്നൈയിലല്ലേ വരണേ? യു ആർ ഫ്രം ചെന്നൈ, റൈറ്റ്? യു ക്യാൻ സേ ഹായ് ടു മൈ ഓഡിയൻസ്. യുവർ നെയിം? വിനോദ്. ആൻഡ് പ്രൊഫഷൻ? ഓ, മെക്കാനിക്കൽ എഞ്ചിനീയർ, വർക്കിംഗ് ഇൻ HCL. സോറി, forgot your name? വിനോദ്, യെസ്. അപ്പോൾ ആള് ചെന്നൈയിലാണ്, HCL വർക്ക് ചെയ്യുന്നു. ബെർഗാമോണ്ട് ഏതായിരുന്നു? ഹെലിക്സ് ഹൈബ്രിഡിലാണ് കേട്ടോ ആള്. സോ യു came to Thrissur yesterday? Yes, we came Morning from Chennai? Yes. Oh. We have taken the cycle parcel. Oh, on train. Okay, how much they charge? They charge around 150 per. 150 rupees? Yes. Okay. Parcel ഇതാ വന്നാണല്ലേ. You carry it with your own, or they put it in on parcel compartment? No, previous day itself we have parcel the cycle. Okay. No, with our luggage. Okay, fine. Yeah. I usually come along with the bike. I keep it myself on the compartment itself. Okay. I just fold it like
കാരണം നമ്മുടെ 2 ടയർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യാറ്. അവർ 2 ദിവസം മുന്നേ സാധനം ബൈക്ക് കൊണ്ടുവന്നിട്ടാണ് ചെയ്തത്. അത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് വരുന്നവരുണ്ട്, ബാംഗ്ലൂരിൽ നിന്നുണ്ട്, ഒരു എയർഫോഴ്സിൽ റിട്ടയേർഡ് ആളുണ്ട് കേട്ടോ. എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളൊരു ആളും കൂടി ഉണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്, പരിചയപ്പെടുത്തി തരാം. ഇപ്പം നമ്മൾ കൊല്ലങ്കോട് എത്തണം. കൊല്ലങ്കോട് ഭംഗി ഉച്ചത്തെ കാര്യം രക്ഷയില്ല. നമ്മൾ ഇവിടെ കരിക്ക് കുടിക്കാൻ വേണ്ടി നിർത്തി. കുറച്ചധികം നേരം നമ്മളിപ്പോൾ ചവിട്ടണു. ഇത് മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വരണതല്ലല്ലോ കരിക്ക്, നാട്ടിലത്തെയാണല്ലേ? ആ, ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു വെള്ളം കൂടുതലുള്ള പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കണക്കാൻ മോനെന്ന് പറഞ്ഞു. നമ്മൾ തൃശ്ശൂർക്കൊക്കെ വരണത് തമിഴ്നാട്ടിൽ നിന്നായിരിക്കും. തമിഴ്നാട്ടിൽ നിന്നാണ്. ഇത് നമ്മുടെ പാലക്കാടല്ലേ? ഇത് പാലക്കാട്. ഇത് നമ്മുടെ നാടൻ സാധനമാണ് കേട്ടോ. ഏതാ? നെന്മാറ. ആ, നെന്മാറ വേല പൂരം. ഇത് അപ്പനുണ്ടോ ഓരോരുത്തത്. ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് 90 നാടൻ കരിക്ക്. ഓക്കെ ഗൈസ്, എൻ്റെ ദൈവമേ, റോഡ് നോക്ക്, സീൻ. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ സമയം 10 മണി 11 മണി ആവാറായിട്ടുണ്ട്. സമയം എനിക്കറിയില്ല, ഞാൻ വാച്ച് കെട്ടിയില്ല. അപ്പോൾ ഇങ്ങനത്തെ വഴിയാണെങ്കിൽ നൈസാട്ടോ, അടിപൊളി. അപ്പുറത്ത് റബ്ബർ എസ്റ്റേറ്റ്, ഇപ്പുറത്ത് കാട്, ഇപ്പുറത്ത് നടുവിൽ റോഡ്. നല്ല വഴി, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. നൈസ്. ഇവിടെ ഇതൊക്കെ ഉണ്ട്. മാലിന്യം നിക്ഷേപിക്കരുത്, ശിക്ഷാർഹം. തമിഴ്നാടൊന്നും ഇല്ല കേട്ടോ. ഇടയിലൊക്കെ തമിഴ്നാട് ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ശുചിമുറിയുടെ തമിഴിൽ എഴുതിയിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടു. വൈബല്ലേ? നൈസ്, അടിപൊളി സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാമൻ കോയിട്ട്. ഇടയിൽ കൂടെ ഒരു ഹനുമാൻ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോയില്ല, കാടിൻ്റെ ഉള്ളിൽ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പിന്നെ ഈ ഗ്രൂപ്പിൻ്റെ വിട്ട് പോരാനും പറ്റില്ല. സോഡ സർബത്ത് സംഭാരം വഴിയിടം എന്ന് പറഞ്ഞിട്ടൊരു ഇതും കാര്യങ്ങളൊക്കെ. സോ ഞാനിപ്പോൾ ചെന്നൈയുടെ ആൾക്കാരുടെ ഒപ്പം കേട്ടോ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒപ്പം തമിഴും ഇംഗ്ലീഷും ഇങ്ങനെയൊക്കെ നമുക്ക് ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മുടെ മനസ്സിൽ വൻ തള്ളായിരിക്കും ഇംഗ്ലീഷ്, ആയിക്കോട്ടെ മറ്റേ സാധനമായിരിക്കും. പക്ഷേ വാ തുറന്ന് ഇംഗ്ലീഷ് സംസാരിച്ച് കഴിയുമ്പോൾ ഒക്കെ തെറ്റായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ സംസാരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് എൻ്റെ തമിഴും ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ മിനിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതൊരു കോളേജാണല്ലോ, ഒരു കോളേജാണ് കേട്ടോ. ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. MSS കോളേജ് നെന്മാറയിലുള്ള MSS കോളേജ്, നീതാഞ്ജലി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. വേറെ കോളേജാണ് അത്, അതിൻ്റെ ഉള്ളിൽ നീങ്ങിയിട്ടായിരിക്കും കേട്ടോ. ഇവിടുത്തെ കോളേജ് നൈസ് വൈബായിരിക്കും കേട്ടോ. ഫുള്ള് കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് കോളേജൊക്കെ ഉണ്ട് ഇവിടെ, കൊള്ളാം. നെന്മാറ ടൗൺ ഗൈസ്. നെന്മാറ ടൗണിലെത്തിയിട്ട് കേട്ടോ. നെന്മാറ വഴിയാണ് നമ്മൾ കൊല്ലങ്കോട് പോണത്. കൊല്ലങ്കോടാണ് നമ്മുടെ മെയിൻ ടൂറിസ്റ്റ് ലൊക്കേഷൻ. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിർത്തിയിട്ട് ഇപ്പോൾ നെന്മാറ ടൗണിലും നമ്മൾ നിർത്തി. ചെറിയൊരു ടൗൺ കേട്ടോ നെന്മാറ ടൗൺ. അതെ, ഇതിൻ്റെ അല്ലേ ഇനിയിപ്പോൾ നെന്മാറ ടൗൺ. മാളൊക്കെ ഉണ്ടല്ലോ. മാളല്ലല്ലോ ഇത്, ജ്യോതിസ്. വേറെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. കൊല്ലങ്കോട്ടേക്ക് 12 കിലോമീറ്ററോളോ? കൊല്ലങ്കോട്ടേക്ക് 12 ഉള്ളൂ ഗൈസ്. ഇപ്പം മഴക്കാരായി കേട്ടാ. വീഡിയോ ഇരുണ്ടതല്ല, മഴക്കാരാണ് കേട്ടോ. ഫുള്ള് ഇരുട്ട് കൂടിയിട്ടാണ് നിൽക്കണത്. വല്ലങ്ങാടി പൊള്ളാച്ചിക്ക് 47 കിലോമീറ്റർ. ഈ തൊട്ട് മുന്നാണ് കേട്ടോ നെന്മാറ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ തൊട്ട് സൈഡിൽ കൂടെയാണ് പോത്തുണ്ടി ഡാമും നെല്ലിയാമ്പതി ആ സൈഡിലേക്കൊക്കെ പോവാം കേട്ടോ. സൈക്കിളോട്ടിട്ട് എങ്ങനെ പോയേ? സൈക്കിളോട്ടിട്ട് കണ്ടില്ല, എങ്ങനെയായിരുന്നു? സൈക്കിള് ചവിട്ടിയിട്ട് ഏതാ റൂട്ട്? കൊല്ലങ്കോട്ടേക്ക് കൊല്ലങ്കോട് അങ്ങടാ. എന്താ മലനിരകളുണ്ടല്ലോ, ആ മലനിരകൾ ഫുള്ള് നെല്ലിയാമ്പതി മലനിരകളാണ് കേട്ടോ. തമിഴ് ബസ്സുകളൊക്കെ കാണാം കേട്ടോ. പൊള്ളാച്ചി, വടക്കഞ്ചേരി, നെന്മാറ. KL09 ഉള്ളത് രജിസ്ട്രേഷൻ, KL09. നോക്കിയ ഇവിടെ നമ്മളിപ്പോൾ എത്തിയ കൊല്ലങ്കോട് എത്തി തോന്നുന്നു അല്ലേ? ഇല്ല, കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് എത്തി. ഇത് നെല്ലല്ലേ? നെൽകൃഷിയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ട, നെൽകൃഷിയുടെ ഇടയിൽ ഏതാ
അത് നെല്ലിയാമതി. നെൽകൃഷിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണട്ടെ, ഈ സൈഡിലൊക്കെ ഫുള്ള് ഞാൻ കാട്ടിത്തരാം. ഇത് നെൽകൃഷി നമ്മൾ ഇതുകളാണ്. പക്ഷെ ഇവിടെ കണ്ട ഈ നടപ്പാതയിൽ ഫുള്ള് അവർ ഈ ചെണ്ടുമല്ലി പൂവില്ലേ അത് ഫുള്ള് വെച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ അറ്റത്തൊക്കെ കാണാം. അപ്പോൾ അതാണ് ഹൈവേ വരണത്. നമ്മളൊരു പാലം കഴിഞ്ഞപ്പോൾ നെന്മാറയിൽ നിന്ന് നമ്മുടെ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലേക്ക് കയറിയപ്പോൾ നേരെ ഇങ്ങനത്തെ ഇതുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആയി. നമ്മൾക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചെണ്ടുമല്ലി വെച്ച് നന്നായിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ഭംഗിയായിട്ടുണ്ട്. അത് നമ്മുടെ കൊല്ലങ്കോട് ആ ഒരു റൂട്ട് കേട്ടോ. ഇതാ നമ്മുടെ ആൾക്കാരുകളൊക്കെ അവിടെ നിന്ന് മെല്ലെ റൈഡ് ചെയ്ത് വരുന്നുണ്ട്. സൂപ്പറല്ലേ? ആള് ഇതിലാണ് കേട്ടോ, എയർഫോഴ്സിലാണ് ആള് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം കേട്ടോ. അവിടെ എന്താ പോലീസൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഈ ഫുഡ് നമുക്ക് ഇവിടുന്ന് തൊട്ടപ്പുറത്തെ വഴിയാന്ന് പറഞ്ഞ കേട്ടോ. തൊട്ടപ്പുറത്തൊരു ഒന്നുകൂടി ചോദിച്ചു നോക്കിയോ കേട്ടോ, ഏതാ റൂട്ടെന്ന്. ആ വഴിയില് ആ വയലിന്റെ തീരത്തൊക്കെ ബീറും കുപ്പിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് തോന്നിയത് പോലീസുകാർ വന്നതേ അവിടെ മദ്യപിച്ചിട്ട് കൊടിയൊക്കെ ആരോ പറിച്ചു കളഞ്ഞു തോന്നുന്നു. കൊടിയും സാധനങ്ങളൊക്കെ പറിച്ച് അവിടെ ഒരു കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത്. പക്ഷേ ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം വരണത്. നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആൾക്കാർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ബാക്കപ്പ് വണ്ടി i20 കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും അടിപൊളിയാണ് കേട്ടോ. സെറ്റല്ലേ ഗൈസ്? കച്ചാംകുറിച്ചി ടെമ്പിൾ കേട്ടോ, 2.5 കിലോമീറ്റർ ആ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോണത് അല്ലേ? വെള്ളച്ചാട്ടത്തിലേക്കല്ലേ? വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇപ്പോൾ പോണത് കേട്ടോ. ചേഞ്ച് പ്ലാൻ. അപ്പോൾ കാറിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൂട്ട് കൃത്യം പോകും കേട്ടോ. അപ്പോൾ കാറിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും റെഡി ആയി നിൽക്കുന്നു. ആ വഴി പോയി കഴിഞ്ഞാൽ ഏതൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട്? പിന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം അടുത്തൊരു കുട്ടി വീണ ഒരു സ്ഥലമാണ്. അങ്ങനെ ഫേമസ് ആയ സ്ഥലട്ടാ ഞാനും വിചാരിച്ചു. പിന്നെ 2-3 പേര് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം. സീതാർകുണ്ട് കേട്ടിട്ടുണ്ട്. എല്ലാം ആ വഴിയിലാണല്ലേ? സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മള് നെല്ലിയാമ്പതി ഹിൽസിന്റെ മേലെന്ന് നമുക്ക് കാണുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രത്യേകത. അവിടെ നിന്ന് കണ്ടാൽ നെല്ലിയാമ്പതി മലനിരകളെ നല്ലോണം മീനുള്ള സ്ഥലമാകുന്നുണ്ട്. എല്ലാവരും ചൂണ്ടയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ചൂണ്ട പിള്ളേരുടെ കയ്യിൽ എല്ലാവരും ഉണ്ട്. മറ്റേ ഡാമിന്നുള്ള ഫിഷ് ആയിരിക്കും കേട്ടോ. ഫിഷിന്റെ വില കുറവാണ്. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് അത്രത്തോളം ടേസ്റ്റ് ചെയ്ത് തോന്നില്ല. എന്നാലും വലിയ വലിയ മീനുകളൊക്കെ ഡാമിൽ നിന്ന് പിടിച്ചിട്ട് കുറെ കിട്ടും. 200 രൂപ റേഞ്ചിൽ കിട്ടും. അത് ശരി കേട്ടോ. ഞാൻ കുറെ വരണ വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക്. ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് വെള്ളാരം കൂടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. കൊള്ളാം ഗൈസ്, നൈസ് ഇതിട്ടാ. ഇപ്പോഴാണെങ്കിൽ വലിയ ഇതും കാര്യങ്ങളൊന്നുമില്ല, തണവും അല്ല വെയിലും ഇതുമില്ലാത്ത കാരണം കുറച്ചും കൂടി ഒരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലം കേട്ടോ. നമ്മളൊരു ഉള്ളിലേക്ക് നല്ല രീതിയിൽ വന്നു. എൻ്റെ മോനെ സീൻ അടിപൊളിയായിട്ടില്ലേ? ഒരു പെനോരമിക് വ്യൂ കിട്ടും കേട്ടോ നമുക്ക് ഇവിടുന്ന്. ഇവിടെ നിന്നിട്ടാ ഇത് നെയ്ത്തല്ലേ? നെയ്ത്തല്ല അത്, ഇത് നെയ്ത്ത് ശാലയാണ് കേട്ടോ. നെയ്ത്ത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണണം കേട്ടോ. കയറി കണ്ടോട്ടെ എന്താണ് ഇത്? നെയ്യണതാണോ? ഈ മുണ്ട് എന്തൊട്ടുണ്ടാക്കണേ? മുണ്ട് തന്നെയാ അത്? ഏത് കമ്പനിയുടെ അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, മുണ്ട് നെയ്യല്ലേ. ഉള്ളിൽ കയറി കണ്ടോട്ടെ.
ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങളൊരു 7 മണിയായപ്പോൾ പോന്നു. 1000 എത്ര കിലോമീറ്റർ ഇപ്പം ഞങ്ങൾക്കൊരു 50-60 ആയുണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ രാത്രി ആകുമ്പോൾ ഒരു 100 കിലോമീറ്റർ താഴെയാവും. ഞങ്ങൾ പൊള്ളാച്ചി പോവാ. ഇത് മുണ്ട് കോർക്കണതാണ്, ഇതിൽ കോർത്തിട്ട് ചെയ്യണതാണല്ലേ. ഞാനൊരു കൗതുകം കൊണ്ട് കയറിയതാ. ശരി എന്നാ, പേരെന്തായിരുന്നു? കൃഷ്ണകുമാരി. ഓക്കെ ശരി എന്നാ, ബൈ, താങ്ക്സ്. നോക്കി ഗൈസ്, പുലിമുരുകൻ സിനിമയിൽ ഉള്ള വീടൊക്കെ പോലെ തോന്നുന്നുണ്ട്. പാറയുടെ മേലെ വെള്ളരി മേട് കേട്ടാ, വെള്ളരി മേട്. ഇവിടെ ഒരു താമരക്കുളൊക്കെ ഉണ്ടല്ലോ, പാറ പൊട്ടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. നോക്കണം കേട്ടോ, പാറക്കുളമാണ്. പാറക്കുളത്തിൻ്റെ ഉള്ളിൽ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ടാ. വെള്ളരി മേട് നന്നായിട്ടുണ്ട്. അത് എഴുതി വെച്ചിരിക്കണം, ഇത് കാണാൻ വേണ്ടിയിട്ട് നൈസായിട്ടുണ്ട്. അങ്ങടല്ലേ? ഏതാ? ഇല്ല ആരും പോയിട്ടുണ്ടാവില്ല. ഞാൻ ലാസ്റ്റാണ് എത്തിയത്. അപ്പോൾ ഈ റൂട്ടാണ് വെള്ളരിമേട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടത് കേട്ടോ. ഈ മല നോക്കി വന്നാൽ മതി, ഈ മലയുടെ ഭാഗത്താണ് കേട്ടോ. അതുപോലെ തന്നെ പോലീസുകാരനെക്കാട്ടും കൂടുതൽ കാണാൻ പറ്റുന്ന എക്സസൈസിൻ്റെ വണ്ടിയാണ്. ഇവിടെ കുറേ മദ്യത്തിൻ്റെ ഇതുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കള്ള് ഷാപ്പുകളും ഇവിടെ കുറേ പോലീസുകാരനെക്കാട്ടും കൂടുതൽ എക്സൈസുകാരാണെന്നുണ്ട്. ഷാപ്പും ഇതും കാര്യങ്ങളൊക്കെ ഉള്ളത്. ചെത്തണ പരിപാടികളായാലും കൂടുതൽ എക്സസൈസ്. അപ്പോൾ നമ്മളവിടെയൊക്കെ പോലീസിനെ കാണാം. പോലീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹവും ഒരു പോലീസുകാരനാണ്. തൃശ്ശൂർ DIG ഓഫീസിൽ ആണ് സർവീസ് ചെയ്യുന്നത് ഇപ്പോൾ, അല്ലേ? ഇപ്പോൾ ഓഫീസ് ഡ്യൂട്ടി ആയിട്ട് നിങ്ങൾക്ക് കണ്ടായിരുന്നോടാ, കണ്ണാടിയൊക്കെ വെച്ചിട്ട് സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പോലീസുകാരൻ കണ്ടില്ല. അതെ, പോലീസുകാരനാണ്. അപ്പോൾ ആള് ഇങ്ങനെ റൈഡും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ ഇറങ്ങാനൊന്നും പറ്റില്ല. അവിടെ ഒരു ചേച്ചി കുളിക്കുന്നുണ്ട്. വല്ലാണ്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ പടി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ വെച്ചതല്ല, വീണതാണ് കേട്ടോ. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കാനുണ്ടോ. അതിൻ്റെ ഇടയിൽ പോയിട്ടാണ് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ വരണത്. ഇറങ്ങല്ലേ? വരുന്നില്ലേ വെള്ളച്ചാട്ടം? വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോകട്ടെ. നമുക്കിപ്പോൾ 12:45 കഴിഞ്ഞു. ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. അധികം വലിയ ഇതുകളും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ. പക്ഷെ നല്ല ക്ലൈമറ്റ് ആട്ടോ, അതാണ് മെയിൻ ഹൈലൈറ്റ്. നല്ല ക്ലൈമറ്റ് അല്ലേ? അടിപൊളി ക്ലൈമറ്റ് ഗൈസ്. അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ എത്ര പ്രതീക്ഷിച്ചിട്ടില്ല. അടിപൊളി ക്ലൈമറ്റ് ആകുമ്പോൾ തെളിഞ്ഞ വെള്ളമാണല്ലോ. ഇറങ്ങിയാലോ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മസിൽസിന് വലിയ വേദന ഇല്ലാത്ത കാരണം കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങായിരുന്നു. നമ്മളങ്ങനെ ഹെവി റൈഡും കാര്യങ്ങളൊന്നും ചെയ്യാത്ത കാരണേ. എൻ്റെ പൊന്നെ, ഇത് കൊള്ളാലോ. ഫ്രീ ആണോ? മാളിൽ പോയാൽ 100 രൂപ കൊടുക്കണം. ഞാൻ കയറിയാലേ കിട്ടുള്ളൂ. അതെ, ഒരാൾക്ക് കിട്ടുള്ളൂ. വരും കുറച്ചേ കിട്ടുള്ളൂ. ഫിഷ് സ്പാ ഗൈസ്. നമുക്ക് എറിഞ്ഞ് ഞാൻ നോക്കട്ടെ. വെള്ളം അധികം ഇളക്കണില്ല കേട്ടാ. ഫിഷ് സ്പാ. ഓ എല്ലാ പോലെ സീൻ. എൻ്റെ പൊന്നേ, സീൻ ഗൈസ്. നോക്കിയേ ഗൈസ്, കിക്കിളാണ്. 100 രൂപ 150 രൂപ ഉണ്ടോ നമ്മളിവിടെ ലാഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിഷ് സ്പാ. എല്ലാ ചെളിയും ഇത് എന്ത് മീനാ? സക്കറ പോലത്തെ മീനാണ് കേട്ടാ. നോക്കി, ചെറിയ ഇത് സക്കറ മീനാ കണ്ടിട്ടില്ലേ? അതുപോലെ വായിരിക്കണ ഒരു മീൻ കേട്ടാ. കൊള്ളാം ഗൈസ്. നിറച്ച് ഇത് കേട്ടാ. കാലുമേ നല്ല കിക്കിളിയാവും ഗൈസ്. ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് കേട്ടാ. 9 കിലോമീറ്റർ അല്ലേ? കുഴപ്പമില്ല. ഇവിടെ ചെറിയൊരു ചേട്ടൻ്റെ കടയുണ്ട്. എന്നിട്ടായിരുന്നു അത്? എന്നിട്ടായിരുന്നു അതല്ല നിങ്ങൾ കഴിക്കണത് എന്നിട്ടായിരുന്നു? പച്ച ഇലയാണ് കേട്ടാ. ഞാൻ വിചാരിച്ചു പച്ച മാങ്ങയിൽ ഉപ്പും മുളക് ഇട്ടിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇവിടെ ടിഷ്യൂന് പകരം ഇലയാണല്ലേ? അത് കൊള്ളാം. അയ്യോ, ഗൂഗിൾ പേ എടുക്കോ? റേഞ്ച് ഉണ്ടോ? ഏത് ചൂടുള്ള? ഏതെടുക്കണ? ഏതാ ചൂട്? പഴംപൊരി ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് ബോണ്ടി ഷെയർ ചെയ്യാം. അപ്പൊ രണ്ടും കഴിക്കാം. പകുതി കഴിക്കാം.
ചമ്മന്തി ഉണ്ട്. പഴംപൊരി ചമ്മന്തി. പഴംപൊരിയും ചമ്മന്തിയും വേണ്ട. ഉസ്മാൻ ചേട്ടൻ്റെ കടയിലത്തെ പഴംപൊരി. കാറ്റൊന്നും ബാധിക്കണില്ല. ഇതെന്തല്ലേ? പ്ലാച്ചി. എല്ലാവരും എക്കോ ഫ്രണ്ട്ലി ആട്ടോ. എക്കോ ഫ്രണ്ട്ലി അതാ നല്ലത്. അവിടെ ഫുള്ള് വേസ്റ്റ് ആണ് കേട്ടോ. അടുത്ത് പോണ്ടേക്കാം. ബോണ്ടയുടെ അളവ് കുറഞ്ഞിട്ട് തന്നപ്പോ നിൽക്കട്ടെ. നമുക്ക് ചമ്മന്തി പഠിക്കാം. എത്ര മതിയാ? ഇതെന്ത് മറ്റേ എങ്ങനെയുണ്ട് നോക്കട്ടെ. ആ 20 രൂപ ഗുണം കഴിച്ചു. ഇലയാകുമ്പോൾ സിമ്പിളായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ കളയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് അടിപൊളി റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അടുത്തത് എന്താ പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല വെയിൽ ഇല്ലാത്തൊരു ഇതായിരുന്നു. ഇപ്പോൾ വെയിൽ വന്നു. ദൈവം പറഞ്ഞ് നാക്കെടുത്തില്ല. ഇപ്പോൾ വെയിൽ വന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ എപ്പിസോഡ് 2 നാളെ വരും കേട്ടോ. നോർമലി ബുധനാഴ്ചയാണ് വരാറ്, പക്ഷേ നാളെ ചൊവ്വാഴ്ച വരും കേട്ടോ. ചൊവ്വാഴ്ച 6 മണിക്ക്. ഈ ആഴ്ച എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വെള്ളരിമേട് എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് സൈനിങ് ഓഫ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ട് എടുത്തൊരു വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ്. അടുത്ത വീഡിയോ കൊടുക്കത്തെ കാറ്റ്.